प्रधानमंत्री जी, जब से ऑक्सीजन का संकट शुरू हुआ है मेरे फ़ोन बजते रहते हैं। कभी कोई अस्पताल कहता है कि 3 घंटे की ऑक्सीजन बची है, कभी कोई अस्पताल कहता है कि 2 घंटे की ऑक्सीजन बची है। सर, एक ही देश में एक ही सामान के 2 रेट कैसे हो सकते हैं? 1 नेशन 1 रेट होना चाहिए। तो मैं आपसे निवेदन करता हूँ कि केंद्र सरकार को, राज्य सरकारों को एक ही रेट पे वैक्सीन मिले। मेरा विश्वास है देश में अगर कोरोना के खिलाफ एक नेशनल प्लान होगा तो हम सभी राज्य सरकारें और केंद्र सरकार मिलके इस दिशा में काम करेंगे। ഓക്സിജന് വേണ്ടി നെട്ടോട്ടം ഓടുന്ന ആൾക്കാർ ഡൽഹി, മധ്യപ്രദേശ് ഇവിടെയെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നത് തന്നെ ഒരു ഓക്സിജൻ സിലിണ്ടറിന് വേണ്ടിയിട്ട് ആൾക്കാർ നെട്ടോട്ടം ഓടുകയാണ്. കേജ്രിവാൾ കൈകൂമ്പി യാചിക്കുകയാണ് ഓക്സിജന് വേണ്ടിയിട്ട്. എന്താ നമ്മളിവിടെ കാണുന്നത്? നമ്മളെ രാജ്യത്ത് ഒരു ഭാഗത്ത് ശവം ദഹിപ്പിക്കാൻ വേണ്ടി സ്ഥലമില്ല. 3 ലക്ഷം കൊറോണ കേസാണ് നമ്മുടെ രാജ്യത്ത് നിന്ന് കാണുന്നത്. 3 ലക്ഷത്തിലധികം. ഇന്നിപ്പോൾ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ കൊറോണ കേസുള്ള ഒരു രാജ്യമായിട്ട് മാറുകയാണ് ഇന്ത്യ. എന്നാൽ എന്താണ് ഇതിന്റെ ഗ്രൗണ്ട് റിയാലിറ്റി? 3 ലക്ഷം എന്നത് ഒഫീഷ്യൽ കൗണ്ട് മാത്രം. ഒരുപക്ഷെ ഇത് 10-20%, 20% കൂടുതലായിരിക്കും. ഒരുപക്ഷെ 30 ലക്ഷം ആൾക്കാരായിരിക്കും ഇന്ന് കൊറോണ വന്നിട്ട് നമ്മുടെ രാജ്യത്ത് കഷ്ടപ്പെടുന്നത്. അലയുകയാണ് ആൾക്കാർ. ട്രീറ്റ്മെന്റ് ഇല്ല, ബേസിക് ഫെസിലിറ്റീസ് ഇല്ല നമ്മുടെ രാജ്യത്ത്. അതുപോലെ തന്നെ മറ്റൊരു സൈഡിൽ ഡെത്തിന്റെ മരണസംഖ്യ നോക്കുകയാണെങ്കിലും മരണസംഖ്യ അവരെ കാണിക്കുന്നതിന്റെ ഒരു 10-20% കൂടുതലായിരിക്കും, 20 ഇരട്ടി കൂടുതലായിരിക്കും നമ്മുടെ രാജ്യത്ത് നിന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇതിൻ്റെയൊക്കെ യാഥാർത്ഥ്യം? ഗാസിയാബാദ് സിറ്റിയിൽ ഇന്ന് റോഡ് സൈഡിൽ തെരുവിലാണ് ശവത്തിനെ ദഹിപ്പിക്കുന്നത്. സ്ഥലങ്ങളില്ല, ഒന്നും ചെയ്യാനുള്ള സ്ഥലങ്ങളില്ല. അതുപോലെ തന്നെ മധ്യപ്രദേശിലെ ഭോപ്പാലിൽ അവർ പറഞ്ഞത് ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി കണ്ടതിന് ശേഷം അവർ ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ ഒരുപാട് മരിച്ചു വീണ ശരീരങ്ങൾ അവർ കാണുന്നത്. എല്ലാ സ്ഥലത്തും ഇത് തന്നെയാണ് പ്രോബ്ലം. മഹാരാഷ്ട്രയിലും ഡൽഹിയിലും കർണാടകയിലെ ബാംഗ്ലൂരിലും എല്ലായിടത്തും ഇതാണ് സംഭവങ്ങൾ. എന്താണ് ഇതിന്റെ റിയാലിറ്റി? ആർക്കാണ് ഇവിടെ പിഴവ് പറ്റിയത്? ഗവൺമെന്റ് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ? ഗവൺമെന്റിന്റെ അനാസ്ഥയെന്നല്ലേ നമുക്ക് ഇതിനെ പറയാൻ പറ്റൂ. ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ രാജ്യത്ത് എല്ലാ ഹോസ്പിറ്റൽസും ഫുള്ളാണ്. ആസ് പെർ BBC 99% ബെഡുകളും ഇന്ന് ഫുള്ളാണ്. ഡൽഹി, മുംബൈ ഇതുപോലത്തെ മെട്രോ സിറ്റീസിൽ എല്ലായിടത്തും ഒരു സ്ഥലത്ത് പോലും ഒരു പേഷ്യൻറ്റിന് അഡ്മിറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. ഓക്സിജൻ ഷോർട്ടേജ് ആണ്, എല്ലായിടത്തും ഓക്സിജൻ ഷോർട്ടേജ് ആണ്. നമ്മൾ നേരിട്ട് കണ്ടതാണ് 2 ദിവസം മുന്നേ അരവിന്ദ് കേജ്രിവാളിന്റെ ആ വീഡിയോ. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? സുപ്രീം കോടതി തന്നെ സെൻട്രൽ ഗവൺമെന്റിനോട് പറഞ്ഞിരിക്കുകയാണ് ഇൻഡസ്ട്രിയൽ പർപ്പസിലേക്കുള്ള ഓക്സിജൻ എല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ട്, അതായത് മാനുഫാക്ചറിങ്, ഓട്ടോമൊബൈൽ സെക്ടർ, ഏത് സെക്ടറിലേക്കുള്ള എല്ലാ പെട്രോളിയം പ്രൊഡക്ട്സ്, അത് ഏത് സെക്ടറിലേക്കുള്ള ഓക്സിജൻ ആണെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്തിട്ടെല്ലാം ഹെൽത്ത് പർപ്പസിന് വേണ്ടിയിട്ട് നീക്കി വെക്കണമെന്ന്. പക്ഷെ ഇന്നലെ കണ്ട ഏറ്റവും നല്ലൊരു കാഴ്ച, അതായത് ഒരുപാട് താങ്ക്ഫുൾ ആയിരിക്കേണ്ട ഒരു കാഴ്ച നമ്മുടെ സൗദി അറേബ്യ ഇന്നലെ കൊടുത്തൊരു കാര്യം. സൗദി അറേബ്യ ഇന്നലെ ഒരുപാട് ഒരു കംപ്ലീറ്റ് ഷിപ്പ് മൊത്തമായിട്ട് ഓക്സിജൻ സപ്ലൈ ആണ് ഇന്ത്യയിലേക്ക്. ഏറ്റവും വലിയ ഒരു ബിഗ്ഗസ്റ്റ് തിങ്, അതായത് നമ്മൾ എന്തുകൊണ്ട് കടപ്പെട്ടിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വേറൊരു കാര്യം, ടാറ്റ ഇന്നലെ സിംഗപ്പൂരിൽ നിന്നാണ് 3 കണ്ടെയ്നർ ഓക്സിജൻ കൊണ്ടുവന്നത്. ഇതൊക്കെയാണ് നമുക്ക് ആകെ കൂടെ ഉള്ള ഒരു ഹോപ്പ്. അതായത് നമ്മുടെ രാജ്യം, ഇത്ര വലിയ രാജ്യം, പ്രൊഡക്ഷനും പോപ്പുലേഷനും എല്ലാം കൊണ്ട് മികവുറ്റ ഒരു രാജ്യം, എന്തുപറ്റി നമുക്ക്? നമ്മുടെ ഓക്സിജൻ ഷോർട്ടേജ് വരാൻ കാരണം എന്ത്? ഇതിനൊക്കെ ഏറ്റവും വലിയ റീസൺ, ദ പ്രോബ്ലം ഈസ് എന്ന് വെച്ചാൽ ഗവർണൻസ് ആണ്, ദ പുവർ ഗവർണൻസ്. ഫസ്റ്റ് വേവ് വന്നിട്ട് ഏകദേശം 8 മാസം അല്ലെങ്കിൽ 7-8 മാസം നമ്മുടെ ഗവൺമെന്റിന് ഉണ്ടായിരുന്നു ഇതിനുള്ള എല്ലാ പ്രിപ്പറേഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട്. ബട്ട് സ്റ്റിൽ ഗവൺമെന്റ് ഇതിനു വേണ്ടിയിട്ട് ഒന്നും ചെയ്തില്ല. ഗവൺമെന്റിൻ്റെതായ കാര്യങ്ങൾ, പൊളിറ്റിക്കൽ റാലീസ്, ഇലക്ഷൻ, ഈ കാര്യങ്ങളിലൊക്കെ കൺസേൺ ആയി. അവിടെ ഒന്നും ഗവൺമെന്റ് ഒരു പ്രോട്ടോക്കോളും പാലിക്കാത്ത. അതുപോലെ റീസെന്റ് നമ്മൾ കണ്ട കുംഭമേള, 10-20 ലക്ഷം ആൾക്കാർ ചേർന്നിട്ട് ചെയ്തൊരു ബിഗ്ഗസ്റ്റ് ഇവന്റ്. ഒരുപാട് അന്ധവിശ്വാസങ്ങൾ ഒരു സൈഡിൽ. അതായത് റീസെന്റ് കണ്ട ഒരു കരളിപ്പിക്കുന്ന ഒരു ഇത്, ഒരാള് ICUലുള്ള ഒരു പേഷ്യന്റിനെ പോയിട്ട് ഗോമൂത്രം കുടിപ്പിക്കുകയാണ്. അതായത് ഇത് കുടിച്ചു കഴിഞ്ഞാൽ കൊറോണ പോകുന്നൊക്കെ പറഞ്ഞിട്ട്. എവിടെയാണ് നമ്മുടെ ഈ ബുദ്ധി, ലോജിക്സ് ഒക്കെ പോകുന്നത്? ഈ 8 മാസം വന്നിട്ട് ഗവൺമെന്റ് ഇന്നവർ ഒരു ഓക്സിജൻ പ്ലാന്റ് പോലും സെറ്റപ്പ് ചെയ്യാൻ പറ്റില്ല. ഗവൺമെന്റ് ആകെ കൂടെ ചെയ്യാൻ പറ്റുന്നത് ടെൻഡർ കൊടുക്കുക എന്ന ആ ഒരു ബേസിക് സ്റ്റെപ്പ് മാത്രമേ ഇതുവരെ ചെയ്തിട്ടുള്ളൂ. ദിവസം ഡേ ബൈ ഡേ കണ്ടീഷൻ വേഴ്സ്റ്റ് ആയിക്കൊണ്ട് പോവുകയാണ്. വാക്സിൻ, നമ്മൾ വേറൊരു ടോപ്പിക് എടുത്തില്ല, വാക്സിനെ കുറിച്ച് നോക്കുവാണെങ്കിൽ എന്താണ് നമ്മുടെ വാക്സിന്റെ ഗ്രാഫ്? വാക്സിന്റെ ഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും പിന്നിലാണുള്ളത്. 1.4% 1.7% നമ്മുടെ വാക്സിൻ നമ്മുടെ രാജ്യം ഇന്ന് കംപ്ലീറ്റ് 2 ഫേസ് കഴിഞ്ഞത്. എന്നാൽ USA-യും ഇറ്റലിയും ഒക്കെ അവർ 20% എത്തി വാക്സിൻ കംപ്ലീറ്റ് ഡോസേജ് കൊടുക്കുന്നതിൽ. മറ്റൊരു സൈഡ് നമ്മുടെ വാക്സിന്റെ പ്രൈസ് 600 രൂപയാണ് സാധാരണക്കാരിലേക്ക് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് സെൻട്രൽ കൊടുക്കുന്നത്.
150 റുപ്പീസിന് കിട്ടുന്ന ഈ മരുന്നിനെ ഇത്ര വലിയ റേറ്റിലേക്കാണ് പ്രൈവറ്റ് കമ്പനീസിൽ നിന്ന് വാങ്ങിച്ച് സെൻട്രൽ ഗവൺമെന്റ് കൊടുക്കുന്നത്. ഇതൊക്കെ സെൻട്രൽ ഗവൺമെന്റ് അനാസ്ഥയല്ലേ? സെൻട്രൽ ഗവൺമെന്റ് ആർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്? എന്നാൽ സെൻട്രൽ ഗവൺമെന്റ് ഫണ്ടില്ല എന്ന് പറയാം. റീസെന്റ് PM കെയർ എന്നൊരു വലിയ ഫണ്ട് ഉണ്ടായിരുന്നു. വാട്ട് ഹാപ്പൻ ടു ഓൾ ദീസ് ഫണ്ട്സ്? ഇതൊക്കെ ഗവൺമെന്റ് എന്തിനു വേണ്ടി ചെലവ് ചെയ്തു എന്ന് ഗവൺമെന്റ് കാണിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. എല്ലാ ചോദ്യവും സെൻട്രൽ ഗവൺമെന്റിനോടാണ്. അതുപോലെ തന്നെ റീസെന്റ് ഈ കൊറോണ ടൈമിൽ ഗവൺമെന്റ് വെച്ച ഏറ്റവും വലിയ ഒരു പ്രൊജക്ട് ആയിരുന്നു സെൻട്രൽ വിസ്റ്റ പ്രൊജക്ട്. എല്ലാവരും അറിഞ്ഞു കാണും, അറിയാത്തവരാരും ഉണ്ടാവില്ല. കാരണം ഇന്ത്യയിൽ ഒരു പാർലമെന്റ്, ഏറ്റവും വലിയൊരു പാർലമെന്റ് 20,000 കോടി രൂപ ചെലവ് ചെയ്തിട്ട് സെൻട്രൽ വിസ പ്രൊജക്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കോൺസെപ്റ്റ് ചെയ്യാൻ പോവാണ്. അതിന്റെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അത് നോക്കിയാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും എന്താണ് ഈ സെൻട്രൽ വിസ പ്രൊജക്ട്. അതിൻ്റെ ഇടയിലും ഒരുപാട് ബ്ലാക്ക് മാർക്കറ്റ്സ് നല്ല രീതിയിൽ നടക്കുകയാണ്. ഈ ഇത്ര വലിയ ഒരു മഹാമാരി വന്ന സമയത്തും ഏറ്റവും വലിയൊരു ബ്ലാക്ക് മാർക്കറ്റ് നമ്മുടെ രാജ്യത്ത് നടക്കുകയാണ്. റെംഡെസിവിർ എന്ന ഇത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. 100 ml ജസ്റ്റ് 2,500 റുപ്പീസ് ആണുള്ളത്. പക്ഷെ അതിന് തീരെ അവൈലബിൾ, ഒരുപാട് ഷോർട്ടേജ് ആണ്. എവിടെ ചോദിച്ചു കഴിഞ്ഞാലും അവൈലബിൾ അല്ല. അതേപോലെ 5 to 7 ഡോസസ് ആണ് ഒരു പേഷ്യന്റിന് കൊടുക്കേണ്ടത്. പക്ഷെ അതിന് മാർക്കറ്റിൽ അവൈലബിൾ അല്ല. പക്ഷെ ഹോസ്പിറ്റൽസിൽ അവൈലബിൾ ആണ്. പക്ഷെ പ്രൈസ് എന്താണെന്നറിയോ? 7,000. ഞാൻ റീസെന്റ് ഒരു വീഡിയോയിൽ കണ്ടു 25,000 ആണ് ബാംഗ്ലൂർ ഒരുത്തൻ കൊടുത്തതും. ഡൽഹിയിൽ ഒരു 25,000 ഒക്കെയാണ് ഇതിന്റെ റേറ്റ്. ജസ്റ്റ് 2,500 രൂപയുള്ള ഈ സാധനം 25,000 എത്തി. അത് മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന ലേബിളും കൂടിയുള്ള ഒരു സാധനം കൂടിയാണ്. എന്തുകൊണ്ടൊക്കെ ഇതൊക്കെ സംഭവിക്കുന്നു? ഇതൊക്കെ ഗവൺമെന്റിന്റെ പ്യൂർ മിസ്റ്റേക്ക് അല്ലേ? ഇത്ര പോപ്പുലേഷനുള്ള കൺട്രിയിൽ ഇങ്ങനത്തെ ഒരു പാൻഡമിക് വന്ന സമയത്ത് ഗവൺമെന്റ് ഇതൊന്നും പ്രിപ്പയർ ചെയ്തില്ലേ? 7-8 മാസം കിട്ടി, പക്ഷേ ഗവൺമെന്റ് ഇതൊന്നും ചെയ്തില്ല. ഒരു ഭാഗത്ത് വാക്സിൻ ഷോർട്ടേജ്. നമ്മളെ കേരളത്തിൽ നിന്ന് ഏറ്റവും വലിയ ക്വസ്റ്റൻ എന്താ വെച്ചാൽ വാക്സിൻ ഷോർട്ടേജ്. നമ്മളെ ഹെൽത്ത് മിനിസ്റ്ററിന്റെ പോസ്റ്റൊക്കെ എല്ലാവരും കണ്ടായിരിക്കും 2-3 days ബാക്ക്. നമുക്ക് വാക്സിൻ ഷോർട്ടേജ് ആണ് ഇവിടെ ഉള്ളത്. എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു? ഇതൊക്കെ സെൻട്രൽ ഗവൺമെന്റിന്റെ മിസ്റ്റേക്ക് അല്ലേ? ഓരോ ഭാഗത്ത് നോർത്ത് ഇന്ത്യയിലെ സ്റ്റേറ്റ്സ് ഒക്കെ ഇന്ന് ഓക്സിജന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന സമയത്ത് നമ്മുടെ സ്റ്റേറ്റിൽ ഇന്ന് വാക്സിന്റെ ഫസ്റ്റ് ഫേസ് നല്ല രീതിയിൽ നടക്കുകയാണ്. പക്ഷേ ഇവിടുത്തെ പ്രോബ്ലം എന്ന് വെച്ചാൽ ആൾക്കാർക്ക് എത്തിക്കാൻ വേണ്ടി ഷോർട്ടേജ് ആണ്. വാക്സിൻ അവൈലബിൾ അല്ല. അതേപോലെ തന്നെ വാക്സിന് ഈടാക്കുന്ന കാശ് ഒരുപാട് 600-800 റുപ്പീസ് ഒക്കെയാണ് ഇന്ന് ഗവൺമെന്റ് പ്രൈവറ്റ് ആയിട്ട് ഗവൺമെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ എന്തിനുള്ള പുറപ്പാടാണ്? ഇതിനൊക്കെ ഗവൺമെന്റ് പറയുന്ന ഒരു ആൻസർ ഒരുപക്ഷെ സാധാരണക്കാർ അനാസ്ഥ എന്നായിരിക്കും. പക്ഷെ സാധാരണക്കാരെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? സാധാരണക്കാർക്ക് കൊറോണനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള കാര്യം, ഗവൺമെന്റ് ലോക്ക്ഡൌൺ സമയത്ത് എല്ലാവരും പട്ടിണിയായിരുന്നു വീട്ടിൽ. പക്ഷെ പുറത്തിറങ്ങുന്ന സമയത്ത് മാസ്ക് ധരിക്കണം, സാമൂഹ്യ അകലം പാലിക്കണം, അതുപോലെ തന്നെ സാനിറ്റൈസേഴ്സ് യൂസ് ചെയ്ത് ഇതൊക്കെ സാധാരണക്കാർ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതുകൊണ്ടൊന്നും തീരില്ലല്ലോ. സാധാരണക്കാരിൽ ഒരാൾക്ക് രോഗം പിടിവിട്ട് കഴിഞ്ഞാൽ അവരെ കൊണ്ടുപോയിട്ട് ട്രീറ്റ് ചെയ്യാനുള്ള ബേസിക് ആയിട്ടുള്ള ഹോസ്പിറ്റൽ സെറ്റപ്സ് ഇല്ല ഗവൺമെന്റിൽ. ഗവൺമെന്റ് ഒരുപാട് അനാവശ്യമായിട്ട് ചെലവ് ചെയ്യുന്ന സമയത്ത്, ഗവൺമെന്റ് പൊളിറ്റിക്കൽ റാലീസിനോ അത് എല്ലാ കാര്യത്തിനും വേണ്ടി വെറുതെ ചെലവ് ചെയ്യുന്ന സമയത്ത് ഹെൽത്ത് കാർഡിൽ എത്ര രൂപ മാറ്റി വെച്ചു എന്നും ഗവൺമെന്റ് ചെയ്തില്ല. ഇല്ലെങ്കിൽ ഒരുപക്ഷെ ഇന്ന് ലോകം മുഴുവൻ ഇങ്ങനെ ഇന്ത്യ ഒരു ചർച്ചാ വിഷയമായി മാറും. എല്ലായിടത്തും കൊറോണ വേവ് ഫസ്റ്റ് വേവ് കഴിഞ്ഞ് സെക്കൻഡ് വേവ് എല്ലാ രാജ്യത്തും. പക്ഷെ നമ്മുടെ രാജ്യം പോലെ ഒരുപാട് ശരീരങ്ങൾ ഇങ്ങനെ ഡെഡ് ബോഡീസ് ഇങ്ങനെ ഒഴുകുകയാണ് രാജ്യത്ത് എല്ലായിടത്തും. റീസെന്റ് ഒരു വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ആംബുലൻസിൽ പോകുന്ന സമയത്ത് ഒരു ഡെഡ് ബോഡി വീഴുകയാണ് പുറത്തേക്ക്. ഓട്ടോറിക്ഷയിൽ ഇന്ന് ഞാൻ കണ്ട ഒരു വീഡിയോ, ഓട്ടോറിക്ഷയിൽ വെച്ചിട്ടാണ് ഒരു ഡെഡ് ബോഡിയെ കൊണ്ടുപോകുന്നത്. ഇതൊക്കെ എങ്ങോട്ടാണ് രാജ്യത്തിന്റെ പോക്ക്? ഡെത്ത് പെർസെൻറ്റേജ് വളരെ കുറവാണ് ഗവൺമെന്റ് കാണിക്കുന്നത്. ഒരുപക്ഷെ ആ ഗവൺമെന്റ് കാണിക്കുന്ന റിയാലിറ്റി ആണെങ്കിൽ എന്തുകൊണ്ട് ക്രിമേഷൻ ഏരിയ അല്ലെങ്കിൽ ശവസംസ്കാരം ചെയ്യുന്ന സ്ഥലത്തൊക്കെ ഇത്ര ക്യൂ ആയിട്ട് ആൾക്കാർ 5-8 മണിക്കൂർ കാത്തു നിൽക്കണം? അതായത് അവർ പറയുന്ന റെക്കോർഡ്സിനേക്കാൾ ഒരുപക്ഷെ ഒരുപാട് ഹൈ ആണ് ഇന്ന് എന്നുള്ള തെളിയിക്കുന്ന ഒരു സംഭവമാണ്. മരിച്ചു വീണ ശരീരങ്ങൾ അവർ പറയുന്ന റെക്കോർഡിനേക്കാൾ 10-20% കൂടുതലായത് കൊണ്ടല്ലേ എല്ലാ ക്രിമേഷൻ ഏരിയസിലും ഇതുപോലെ ആൾക്കാർ ഡെഡ് ബോഡീസ് വെച്ച് 5-8 മണിക്കൂർ പുറത്ത് വെയിറ്റ് ചെയ്യുന്നത്. ഇതൊക്കെ ഗവൺമെന്റിനെ മാത്രം തെറ്റെന്ന് മാത്രം ചൂണ്ടിക്കാണിക്കും. കാരണം പുവർ ഗവർണൻസ്, അതായത് പൊളിറ്റിക്കലായിട്ട് പുവർ ഗവർണൻസ് ചെയ്യുന്ന ഒരു പാർട്ടി കൊണ്ടാണ് രാജ്യം ഈ ഒരു ലെവലിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുക. ലൈക്ക് വി ആർ ലക്കി. നമ്മൾ കേരളത്തെ നമ്മൾ ലക്കി. കാരണം നമുക്ക് എല്ലാം കൊണ്ടും നമ്മൾ കുറച്ചും കൂടി ബെറ്റർ ആണ് കമ്പയർഡ് അതർ സ്റ്റേറ്റ്സ്. നമ്മൾ എല്ലാത്തിലും ബെറ്റർ ആണ്. നമുക്കിപ്പോൾ സഫീഷ്യൻറ്റ് ഓക്സിജൻ ഉണ്ടെന്ന് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റേറ്റ് പുറത്തേക്ക് ഓക്സിജൻ സപ്ലൈ ചെയ്യാൻ കൊടുക്കുകയാണ്. സോ ആ കാര്യത്തിൽ നമ്മൾ വളരെ ഹാപ്പി ആയിരിക്കണം. കാരണം നമ്മൾ കേരളത്തിൽ ജനിച്ചുകൊണ്ട് വി ആർ ദ ലക്കിയസ്റ്റ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഉള്ളവരിൽ ഏറ്റവും ലക്കിയസ്റ്റ് പേഴ്സൺ ആയിട്ട് നമ്മൾ വിലയിരുത്തണം. ഇതെല്ലാം നമ്മളെല്ലാവരും മാക്സിമം ആയിട്ട് സ്വയം, അതുപോലെ തന്നെ നമ്മുടെ ഫാമിലീനെ ഈ സെക്കൻഡ് വേവ് കൊറോണയിൽ നിന്ന് വരാതിരിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും
എല്ലാ പ്രിക്കോഷൻസും പ്രിവെന്ററി മെഷേഴ്സ് എടുക്കണം. അതുപോലെ തന്നെ വാക്സിൻ എടുക്കാൻ വേണ്ടിയിട്ട് ബാക്കൗട്ട് അടിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇറ്റ്സ് എ റിക്വസ്റ്റ് എല്ലാവരോടും, എന്തുകൊണ്ടും വാക്സിൻ എന്തായാലും എടുക്കണം. കാരണം വാക്സിൻ കൊണ്ടുള്ള സൈഡ് എഫക്ട്സ് വളരെ കുറവാണ്. അതിൻ്റെ വീഡിയോ ഞാൻ റീസെൻ്റ്ലി ചെയ്തിട്ടുണ്ട്, അത് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുകൊണ്ട് എല്ലാവരും വാക്സിൻ എടുക്കുക. നമ്മളെ അതുപോലെ തന്നെ നമ്മുടെ ഫാമിലിയെ നമ്മൾ പ്രിവെൻറ്റ് ചെയ്യുക. ക്രൗഡ് ഉള്ള സ്ഥലത്തേക്കൊന്നും പോകാതിരിക്കുക. അതുപോലെ തന്നെ ഫങ്ഷൻസ്, ഇവൻറ്റ്സ് ഒന്നും മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഏതായാലും നമ്മുടെ എല്ലാവരെയും ഈ മഹാമാരിയിൽ നിന്ന് ദൈവം രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഏതായാലും ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് സബ്സ്ക്രൈബ്. Anyway, see you in the next video. Thank you. Thanks for watching.